അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. കൈഫൽ ഹാൽ? എല്ലാവർക്കും സുഖമല്ലേ? മർഹബൻ ബിക്കും യാ അഹിബ്ബായി. വെൽക്കം ടു മൈ ചാനൽ. ലെറ്റ്സ് ലേൺ ടുഗെദർ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ജാസിമും ലൈലയും ഫാമിലിയും കൂടെ പാർക്കിലേക്ക് പോയതാണല്ലേ പഠിച്ചത്. അങ്ങനെ അവർ ഖിത്താറിൽ കയറി, പിന്നെയോ തൊയ്യാറത്തിലും കയറി. ഖിത്താർ എന്തായിരുന്നു? ട്രെയിൻ. തൊയ്യാറത്ത് പ്ലെയിൻ. അങ്ങനെ അവരതിൽ രണ്ടിലും കയറി കഴിഞ്ഞ് ചിൽഡ്രൻസ് പാർക്കിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. എന്നിട്ട് എങ്ങോട്ടാണ് പോകുന്നത്? അവരൊരു ടോയ് ഷോപ്പിലേക്കാണ്. നിങ്ങൾ ആ ചിത്രത്തിൽ കാണുന്നില്ലേ ടോയ്സിൻ്റെ ഷോപ്പ്? അവർ ആ ടോയ് ഷോപ്പിലേക്കാണ് പോകുന്നത്. മെഹല്ലുൽ അലാബ്. എന്നിട്ട് എന്താണ് ചോദിക്കുന്നത്? അവിടെ ഒരു സെല്ലർ ഉണ്ടല്ലേ, അദ്ദേഹത്തോട് എന്താണ് ചോദിക്കുന്നത്? അദ്ദേഹത്തോട് അവർ ടോയ്സ് വേണമെന്ന് പറയുകയാണല്ലേ. അദ്ദേഹം എന്താണ് ചോദിക്കുന്നത്? അവരെ കണ്ടപാടെ മാതാ തുരീദു, മാതാ തുരീദു, വാട്ട് ഡു യു വാണ്ട്? നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? അന്നേരം കുട്ടികൾ എന്താണ് പറയുന്നത്? ഉരീദു ലുഅബ, ഉരീദു ലുഅബ. ലുഅബ എന്താണ്? ലുഅബ എന്ന് വെച്ചാൽ ടോയ്സ്. അവർ ടോയ്സിൻ്റെ ഷോപ്പിൻ്റെ മുന്നിലാണല്ലേ, അപ്പോൾ അവർക്ക് എന്താണ് വേണ്ടത്? ടോയ്സ്. മാതാ തുരീദ്, വാട്ട് ഡു യു വാണ്ട്? ഉരീദു ലുഅബ. അവർക്ക് ടോയ്സ് ആണല്ലേ വേണ്ടത്. വഅൻതി. അദ്ദേഹം ആദ്യം ജാസിമിനോടാണ് ചോദിച്ചത്, പിന്നെ ലൈലയോടാണല്ലേ ചോദിക്കുന്നത്. വഅൻതി, നിനക്ക് എന്താണ് വേണ്ടത്? അപ്പോൾ ലൈല എന്താണ് പറയുന്നത്? ഉരീദു ജവ്വാൽ, ഉരീദു ജവ്വാൽ. ജവ്വാൽ എന്താണ്? മൊബൈൽ ഫോൺ. ലൈലക്ക് ഫോണാണല്ലേ വേണ്ടത്. ഇനി ജാസിം എന്തായിരിക്കും വാങ്ങുക? നമുക്ക് നോക്കാം. നമ്മളോട് ആരെങ്കിലും മാതാ തുരീദു എന്ന് ചോദിച്ചാൽ എന്താണ് വേണ്ടത്? അപ്പോൾ നമ്മൾ എങ്ങനെ പറയും? ഉരീദു, ഐ വാണ്ട്, എനിക്ക് എന്താണ് വേണ്ടത് എന്ന് പറയുക. ഉരീദുൽ മാ, ഐ വാണ്ട് വാട്ടർ, എനിക്ക് വെള്ളം വേണം എന്നെങ്ങനെ പറയാം? ഉരീദുൽ മാ. അപ്പം നിങ്ങൾ ആ ചോദ്യം പഠിച്ചില്ലേ? ഫോൺ നൽകുമ്പോൾ ഭാഗ്യം എന്താണ് പറയുന്നത്? തഫല്ലൽ. തഫല്ലൽ എന്ന് വെച്ചാൽ എന്താണ്? ഇതാ, നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ പഠിച്ചിട്ടുണ്ടല്ലേ. തഫല്ലൽ എന്ന് വെച്ചാൽ പ്ലീസ്, അല്ലെങ്കിൽ ഇതാ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, അതിനാണ് നമ്മൾ തഫല്ലൽ എന്ന വേർഡ് യൂസ് ചെയ്യാറ്. ജാസിം എന്താണ് വാങ്ങിയത്? ജാസിമ ടോയ്സ് ആണല്ലേ. ലൈലയോ? ലൈല ജവ്വാൽ. അങ്ങനെ അവർ രണ്ടുപേരും ടോയ്സ് ഒക്കെ വാങ്ങിയിട്ടുണ്ടല്ലേ. പാർക്കിലൊക്കെ പോയി ടോയ്സ് ഒക്കെ വാങ്ങി നന്നായി ആസ്വദിക്കുകയാണ് അവർ. അവരുടെ യാത്ര അവർ നന്നായി എൻജോയ് ചെയ്യുന്നുണ്ടല്ലേ. ഇനി എല്ലാവരും ഈ ചിത്രം നോക്കിക്കേ. ലുഅബത്തുൻ. വായിച്ചേ, നമുക്ക് വായിക്കാം. നഖ്റഉ, നമുക്ക് വായിക്കാം. ലുഅബത്തുൻ ടോയ്സ്. എല്ലാവരും എൻ്റെ കൂടെ വായിച്ചേ. ലുഅബത്തുൻ ടോയ്സ്. ജവ്വാലുൻ ഫോൺ, ജവ്വാലുൻ ഫോൺ. മൊബൈൽ, അല്ലെങ്കിൽ മൊബൈൽ എന്നും പറയാം കേട്ടോ. ഖുറാബുൻ കാക്ക, ഖുറാബുൻ ക്രൗ. എല്ലാവരും 3 വേർഡ് ഒന്നും കൂടി വായിച്ചേ. ലുഅബത്തുൻ, ജവ്വാലുൻ, ഖുറാബുൻ. ഇനി എല്ലാവരും അടുത്ത ചിത്രം നോക്കിക്കേ. നുലവിനു, നമുക്ക് കളർ കൊടുക്കാം. ഇവിടെ 3 ആൽഫബറ്റ്സ് തന്നിട്ടുണ്ട്. ആദ്യത്തെ ആൽഫബറ്റ് ഏതാണ്? ത്വാ. രണ്ടാമത്തത് ജീം, മൂന്നാമത്തത് ലാം. അപ്പോൾ ത്വാ എന്ന് വരുന്ന ആൽഫബറ്റ്സിനെല്ലാം നമ്മൾ കളർ കൊടുക്കേണ്ടത് ഏതാണ്? റെഡ് കളർ കൊടുക്കണം. ത്വാ കൊണ്ട് തുടങ്ങുന്ന വേർഡിനെല്ലാം നമ്മൾ റെഡ് കളറാണ് കൊടുക്കേണ്ടത്. ഇനിയോ ജീം ഉണ്ടല്ലേ, ജീം അഹ്ലർ. ജീമ വച്ചുള്ള വേർഡ്സിനെല്ലാം നമ്മൾ ഗ്രീൻ കളറാണ് കൊടുക്കേണ്ടത്. അടുത്ത അക്ഷരം എന്താണ്? ലാം. ലാം കൊണ്ട് തുടങ്ങുന്ന അല്ലെങ്കിൽ ലാമുള്ള വേർഡിനെല്ലാം നമ്മൾ യെല്ലോ കളർ കൊടുക്കണം. അപ്പോൾ ത്വാക്ക് റെഡ്, ജീം ഗ്രീൻ, ലാം യെല്ലോ. ഇങ്ങനെ 3 കളർ വീതം എല്ലാ വാക്കുകൾക്കും നൽകി അവസാനം നിങ്ങൾക്ക് ഓരോ നല്ല ചിത്രം ലഭിക്കുമല്ലേ. അങ്ങനെ ഓരോ കളർ കൊടുത്ത വേർഡ്സും നിങ്ങൾ വായിച്ചു തരണം. എല്ലാവരും വായിച്ച് പഠിച്ചേ. ഇനി നമുക്ക് പാടി നോക്കാം. നുൻഷിദു, നമുക്ക് പാടാം. സയ്യാറത്തുൻ സയ്യാറത്തുൻ ഹാദിഹി സയ്യാറത്തുൻ, തൊയ്യാറത്തുൻ തൊയ്യാറത്തുൻ ഹാദിഹി തൊയ്യാറത്തുൻ, ദർറാജത്തുൻ ദർറാജത്തുൻ ഹാദിഹി ദർറാജത്തുൻ. മൂന്നാമത്തെ ചിത്രത്തിൽ എന്താണ്? ദർറാജത്തിനാണല്ലേ, സൈക്കിളാണ്. അപ്പോൾ നമ്മൾ അവിടെ സൈക്കിളിന് അറബി വാക്ക് വെച്ചുകൊണ്ട് പാടി നോക്കണം. ദർറാജത്തുൻ ദർറാജത്തുൻ ഹാദിഹി ദർറാജത്തുൻ. എല്ലാവരും ഇതുപോലെ പാടി നോക്കിക്കേ. ഇനി നമുക്ക് ഈ വർക്ക് ഒന്ന് ചെയ്തു നോക്കിയാലോ. നഖ്താറുൽ കലിമാത്തിൽ മുനാസിബ വനക്തുബു.
ഓരോ ആൽഫബറ്റ്സും അവിടെ താഴെ കൊടുത്തിട്ടുണ്ടല്ലേ, ഓരോ ബോക്സിന് നേരെയും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? ആ ആൽഫബറ്റ് തുടങ്ങുന്ന വാക്കുകളെ ഇവിടേക്ക് എടുത്തെഴുതണം. എല്ലാവർക്കും മനസ്സിലായില്ലേ? ആദ്യത്തെ വാക്ക് നമുക്ക് ആദ്യം വാക്കുകളെല്ലാം വായിച്ചു നോക്കാം. ലഅബത്തുൻ, ഷാഹിനത്തുൻ, ഖിത്വാറുൻ, ഹാരിസുൻ, ദറാജത്തുൻ, തൊയ്യാറത്തുൻ, ഗുറാബുൻ, ജവാലുൻ. നമ്മൾ ഇതുവരെ പഠിച്ച വാക്കുകളാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഇനി രണ്ടാമത്തെ നോക്കിക്കേ. ഹാ വെച്ച് തുടങ്ങുന്ന വാക്ക് ഏതാണ് ഇവിടെ ഉള്ളത്? ഹാ, ഹാരിസുൻ. ഇനിയോ ത്വാ, തൊയ്യാറത്തുൻ. ലു, ലുഅബത്തുൻ. ഗു, ഗുറാബുൻ. ദ, ദറാജത്തുൻ. ജ, ജവാലുൻ. ഇതുപോലെ എല്ലാവരും എടുത്തെഴുതിക്കേ. നമ്മൾ പഠിച്ച വാക്കുകളാണല്ലേ, എല്ലാവർക്കും ഓർമ്മയില്ലേ ഈ വാക്കുകൾ എന്താണെന്ന്? ഷാഹിനത്തുൻ, ലോറി. പിന്നെയോ ഹാരിസുൻ, വാച്ച്മാൻ. ത്വാ, തൊയ്യാറത്തുൻ, പ്ലെയിൻ. ലു, ലുഅബത്തുൻ, ടോയ്സ്. ഖിത്വാറുൻ, ട്രെയിൻ. ഗുറാബുൻ, ക്രോ. ദറാജത്തുൻ, സൈക്കിൾ. ജവാലുൻ, മൊബൈൽ. ഇനി നമുക്ക് അടുത്ത വർക്ക് ചെയ്താലോ? നുറത്തിബു ഹുറൂഫൽ കലിമത്തി ഹസ്ബർ റഖമി. നമ്പർ ഓർഡറിൽ ഈ വേർഡ്സിന് ചേഞ്ച് ചെയ്യാനാണ്. എങ്ങനെയാണ് എഴുതുക? മേലെ നമ്പർ നൽകിയിട്ടുണ്ടല്ലേ, 4, 2, 1, 3 എങ്ങനെ നമ്പർ നൽകിയിട്ടുണ്ട്. ഇനി നിങ്ങളെങ്ങനെ ഇതിനെ ഓർഡറാക്കി എഴുതും? ഒന്നാമത്തെ അക്ഷരം ഏതാണ് വരിക? 1 ഗൈൻ, 2 റോ, 3 അലിഫ്, 4 ബ. അപ്പോൾ വാക്ക് കിട്ടിയല്ലോ, ഗുറാബുൻ. എങ്കിൽ എല്ലാവരും ഗുറാബുൻ എന്നെടുത്ത് എഴുതിക്കേ ഇങ്ങോട്ട്. ഇനി അടുത്ത വാക്ക് അതേപോലെ നോക്കിക്കേ. ഇവിടെ 5 വരെ നമ്പർ ഉണ്ടല്ലേ. വാഹിദ്, ഇസ്നാനി, സലാസ, അർബഅ, ഖംസ. അപ്പോൾ 5 വരെ നമ്പേഴ്സ് ഉണ്ട്. ഇനി ഓർഡറിൽ എടുത്ത് എഴുതിക്കേ. ഒന്നാമത്തേത് ഏതാണ് വരിക? വാഹിദ്, ബ, ബ ഫതഹ ബ. ഇസ്നാനി, ബ സുക്കൂൻ. സലാസ, ഗൈൻ. അർബഅ, അലിഫ്. ഖംസ, ഖംസ എന്താണ്? അംസ, അംസ ആണ് വരിക. അപ്പം എല്ലാവരും ആ വാക്ക് താഴെ തന്നതുപോലെ ബോക്സിലേക്ക് എടുത്ത് എഴുതിക്കേ. ആൽഫബറ്റ്സ് വേറെ വേറെ ആക്കി എഴുതണം കേട്ടല്ലോ. എല്ലാവർക്കും മനസ്സിലായില്ലേ? ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റി നോക്കാം. നുഅബ്ബിറു വനക്തുബു. ചിത്രം നോക്കിയിട്ട് അതെന്താണെന്ന് പറയുകയും വേണം, അതിൻ്റെ പേര് താഴെ എഴുതുകയും വേണം. എങ്കിൽ ഒന്നാമത്തെ ചിത്രം നോക്കിയിട്ട് എല്ലാവരും പറഞ്ഞേ എന്താണ്? നമ്മൾ പഠിച്ചതാണ്. എല്ലാവരും ഒന്ന് അറബിയിൽ പറഞ്ഞേ. വെരി ഗുഡ്. സയ്യാറത്തുൻ, സയ്യാറത്തുൻ കാർ. എങ്കിൽ നമുക്ക് എഴുതിയാലോ. ഇനി രണ്ടാമത്തെ ചിത്രം എന്താണ്? ചിത്രത്തിൽ എന്താണെന്ന് നോക്കിയിട്ട് പറഞ്ഞേ. ലോറിയാണല്ലേ. ലോറിക്ക് നമ്മൾ എന്തായിരുന്നു അറബിയിൽ പഠിച്ചത്? എല്ലാവരും ഒന്ന് പറഞ്ഞേ. വെരി ഗുഡ്. ഷാഹിനത്തുൻ ലോറി, ഷാഹിനത്തുൻ ലോറി. ഇനിയോ മൂന്നാമത്തെ ചിത്രത്തിൽ എന്താണ്? നമ്മൾ പഠിച്ച മൃഗമാണല്ലേ. എല്ലാവരും ഒന്ന് പേര് പറഞ്ഞേ. ഫീലുൻ ആന, ഫീൽ ആന. എങ്കിൽ എല്ലാവരും എഴുതിക്കേ. 3 ചിത്രത്തിൽ എന്താണുള്ളതെന്ന് എല്ലാവർക്കും മനസ്സിലായില്ലേ? സയ്യാറത്തുൻ, ഷാഹിനത്തുൻ, ഫീലുൻ. ഇനി നമുക്ക് അടുത്തത് നോക്കാം. അടുത്ത ചിത്രത്തിൽ ആരാണ്? ട്രീ ആണല്ലേ. ട്രീക്ക് നമ്മൾ എന്താണ് പറയുക? ഷജറത്തുൻ, ഷജറത്തുൻ. ഇനിയോ രണ്ടാമത്തേതോ? മങ്കി ആണല്ലേ. മങ്കിക്ക് നമ്മൾ എന്താണ് അറബിയിൽ പറയുക? നമ്മളിപ്പോൾ പഠിച്ചതാണ്. ഖിർദുൻ, ഖിർദുൻ മങ്കി. മൂന്നാമത്തെ ചിത്രത്തിൽ ആരാണെന്ന് നോക്കിയിട്ട് പറഞ്ഞേ. വാച്ച്മാൻ ആണല്ലേ. സെക്യൂരിറ്റി എന്നും നമ്മൾ പറയാറുണ്ട്. അദ്ദേഹത്തിന് നമ്മൾ എന്താ പറയുക? ഹാരിസുൻ. എങ്കിൽ എഴുതിയാലോ. ഷജറത്തുൻ ട്രീ, ഖിർദുൻ മങ്കി, ഹാരിസുൻ സെക്യൂരിറ്റി. ഇനി അടുത്ത ചിത്രത്തിൽ എന്താണ്? സൈക്കിളാണല്ലേ. സൈക്കിളിന് നമ്മൾ എന്താണ് പറയുക? ദറാജത്തുൻ. എങ്കിൽ എല്ലാവരും എഴുതിക്കേ. ഇനിയോ ജാസിമും കുടുംബവും കയറിയതാണല്ലേ. അവരിതിൽ കയറിയപ്പോൾ നമ്മൾ എന്തായിരുന്നു അതിന് അറബി വാക്ക് യൂസ് ചെയ്തത്? ത്വയ്യാറത്തുൻ. വെരി ഗുഡ്. ത്വയ്യാറത്തുൻ പ്ലെയിൻ. പിന്നെയോ ത്വയ്യാറത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് ജാസിമും കുടുംബവും പിന്നെ എന്തിലാണ് കയറിയത്? ഖിത്താർ, ഫിൽ ഖിത്താർ. ട്രെയിനിലാണല്ലേ കയറിയത്. ട്രെയിനിന് നമ്മൾ എന്താണ് പഠിച്ചത്? ഖിത്താർ. എങ്കിൽ അത് എഴുതിയാലോ. ദറാജത്തുൻ സൈക്കിൾ,
തൊയ്യാറത്തുൻ പ്ലെയിൻ ഖിത്വാറുൻ ട്രെയിൻ. ഇനി ഈ വാക്കുകളൊന്നും ആരും മറന്നു പോകരുതേ, എല്ലാവരും നന്നായി വായിച്ച് പഠിക്കണം. ഇനി നമുക്ക് അടുത്തത് ചെയ്ത് നോക്കാം. നഖറഉൽ ഹുറൂഫ വനുഇദ്ദുൽ കലിമാത്ത്. ഇവിടെ തന്നിട്ടുള്ള ആൽഫബറ്റ്സ് വായിച്ച് വാക്കുകൾ ഉണ്ടാക്കാനാണ്. ആദ്യത്തെ ഭാഗം നോക്കിക്കേ. ഇവിടെ ഏതൊക്കെ ആൽഫബറ്റ്സ് ആണുള്ളത്? അലിഫ്, ബ, ത, റ. ഈ 4 ആൽഫബറ്റ് വരുന്ന ഒരു വാക്ക് പറഞ്ഞേ. എല്ലാവർക്കും പറയാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കട്ടെ. വെരി ഗുഡ്. അർണബുൻ. അർണബുൻ. അലിഫ്, റ, ബ, ത. അർണബുൻ. എങ്കിൽ നമുക്കത് എഴുതി നോക്കിയാലോ. ഇവിടെ നൽകിയിട്ടുള്ള ആൽഫബറ്റ്സ് എല്ലാം നന്നായി നോക്കിയിട്ട് നിങ്ങളൊരു 3 വേർഡ്സ് ഉണ്ടാക്കണം. എല്ലാവരും ചെയ്ത് നോക്കിക്കേ. ഇവിടെ നൽകിയിട്ടുള്ള ആൽഫബറ്റ്സ് ഒക്കെ എല്ലാവരും നന്നായി വായിച്ച് നോക്കിയിട്ട് വേണം വേർഡ്സ് എഴുതാൻ. നമ്മൾ പഠിച്ച ഏതെങ്കിലും വാക്കുകൾ എഴുതിയാൽ മതി. നമുക്കൊരു വാക്ക് എഴുതിയാലോ. ഖിർദുൻ. ഖാഫ്, റ, ദാൽ. ഖിർദുൻ. പിന്നെയോ സൂസുൻ. സൂസുൻ എഴുതാമല്ലേ. പിന്നെയോ ലുഅബത്തുൻ. ലാം അവിടെ ഉണ്ടല്ലേ. അതുപോലെ ഓരോ ആൽഫബറ്റ്സും നോക്കി എടുത്ത് എഴുതുക കേട്ടോ. എല്ലാവരും കണ്ടെത്തിയ വാക്കുകൾ ഇവിടേക്ക് എടുത്ത് എഴുതിക്കേ. ഈ ഭാഗം എല്ലാവരും സ്വയം ചെയ്തു നോക്കുക. ഓക്കെ, ബൈ. അടുത്ത ഭാഗവുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ. സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ ഇൻഷാ അള്ളാഹ്. എല്ലാവരും എടുത്ത ഭാഗങ്ങൾ നന്നായി വായിച്ചു പഠിക്കുക.